വിക്രമിനെ വിടണം, വിടാൻ. വിക്രമിനെ തല്ലാൻ ശ്രീയേട്ടൻ എന്താ അവകാശം? എന്നെ കാണാൻ വന്നവരാണെങ്കിൽ അത് എന്നെ അറിയിക്കണം. അവരോടൊക്കെ സംസാരിക്കാനും തല്ലി ഓടിക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്റെ കാര്യങ്ങളിൽ ഇതുവരെ ഇടപെട്ടത് മതി. ഇനി അങ്ങോട്ട് വേണ്ട, കേട്ടല്ലോ? വർഷേച്ചി, ശ്രീയേട്ടനെ കൊണ്ട് അകത്തേക്ക് പോകാൻ നോക്ക്. ഈ കാര്യമായി ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ മതിയായല്ലോ, പെങ്ങളോടുള്ള കരുത്തിന് കാണിക്കാൻ പോയതല്ലേ. ഇങ്ങ് വാ വാ. ഞാൻ വന്നത് നമ്മൾ ഒന്നിച്ചുള്ള ജീവിതത്തിന് ഇനി ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ തിരിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാനുമില്ല. ഇനിയും എന്നെ കാണാനെന്നുള്ള പേരിൽ ഇങ്ങോട്ട് വരരുത്. ഇവിടെ വന്ന് ഇത്തരം ഡ്രാമകൾ ആവർത്തിച്ചാൽ ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും ഞാൻ മാറി താമസിക്കേണ്ടി വരും. അല്ല, ഞാൻ സോ പ്ലീസ് ഉപദ്രവിക്കരുത്. ഇപ്പൊ നാടകം കളിക്കുന്നത് വേദിച്ച വിക്രമേണ്ണല്ല. നിങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. എന്തൊക്കെയോ വേറെ ചില കാര്യങ്ങൾ കൊണ്ടാ ഇവിടെ വന്ന് താമസിക്കുന്നതെന്നല്ലേ എന്നോട് ചേച്ചി പറഞ്ഞത്. എന്നിട്ടിപ്പോ ആ പാവം കാണാൻ വന്നപ്പോ ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ തിരിച്ചു വിട്ടത് ശരിയായെന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? തെറ്റും ശരിയും എന്നെ പഠിപ്പിക്കാൻ നീ വരണ്ട. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, കേട്ടല്ലോ? നിങ്ങൾക്കൊക്കെ എന്താ അവിടെ വെച്ച് ആ പാവത്തിന്റെ ചീത്ത വിളിച്ച് ഇറക്കി വിട്ടിട്ട് ഇവിടെ വന്ന് കണ്ണീര് ഒളിപ്പിച്ചിരിക്കുന്നോ? വേദിച്ച് എന്തൊക്കെയോ ഉള്ളിൽ ഒളിപ്പിക്കുന്നുണ്ട്. അതെന്താന്ന് എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. ഞാനൊന്നും ഒളിപ്പിക്കുന്നില്ല. എനിക്കറിയാം എന്തിനാ വേദിച്ച് എന്നോട് നുണ പറയുന്നത്. നീ പോ നോക്കേ, എനിക്ക് ജോലിക്ക് പോകാൻ തയ്യാറാവണം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തുനിന്നുള്ള ആരുടെയോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മറ്റാർക്കോ വേണ്ടിയാ വേദിച്ച് ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലെന്ന് എത്ര പറഞ്ഞാലും അതെന്നേ ഞാൻ പറയുള്ളൂ. അതെന്താന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. വേദിച്ചതിനോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ലെന്നാണോ? സംസാരിക്കാൻ പോയിട്ട് കുറച്ചു നേരം അടുത്തിരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. മുറിയടച്ചിരിപ്പാണോ? ഏത് നേരം അങ്ങനെ തന്നെയാ. രാവിലെ സമയമാകുമ്പോ ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും. ചിലപ്പോ ഭക്ഷണം എടുത്ത് കഴിക്കും, ചിലപ്പോ അതുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിന് എന്ത് കാരണമാണെന്ന് വിക്രമേട്ടനോട് ചോദിച്ചില്ലേ? വിക്രമേട്ടൻ കാണാൻ വന്നിട്ട് വേദിച്ച് കൂട്ടാക്കിയില്ല. എന്തിന്? സംസാരിക്കാൻ പോലും നിന്നില്ല. അതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. വരുൺ എന്താ തോന്നുന്നത്? വിക്രമേട്ടനുമായുള്ള സംസാരം വേദിച്ച് ഒഴിവാക്കുന്നതാണെങ്കിലോ? എന്തിന്? ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി പറയാൻ പറ്റാത്തവരാണെങ്കിലോ? അതിപ്പോഴും പറ്റുന്നില്ലല്ലോ. എന്താ കാര്യമെന്ന് തുറന്നു പറയാനാ വിക്രമേട്ടൻ ആവശ്യപ്പെടുന്നത്. നമ്മൾ തമ്മിൽ ചേരില്ല എന്നാ വേദേശിയുടെ മറുപടി. വേറെ ഒന്നുമില്ല. വേദിച്ചി വീട്ടിൽ മറ്റുള്ളവരോട് എങ്ങനെയാ? ഒരു മിണ്ടാട്ടവും ഇല്ല. അച്ഛൻ കുറെ സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒരക്ഷരം മറുപടിയില്ല. ചേട്ടനുമായിട്ടൊന്നും നോക്കുന്ന പോലുമില്ല. നിനക്ക് എന്ത് തോന്നുന്നു? ഇത് വേദേച്ചി സ്വയം എടുത്ത തീരുമാനം അല്ലാന്നാ തോന്നുന്നത്. അങ്ങനെ തോന്നാൻ കാരണം? സ്വയം തീരുമാനിച്ചതാണെങ്കിൽ ആ തീരുമാനത്തിന് ഉറപ്പുണ്ടാവേണ്ടതല്ലേ. പക്ഷെ ഇത് ഏതു നേരവും എന്തോ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന പോലെയാ. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വിക്രം ചേട്ടനെ കുറിച്ച് തന്നെ ഓർത്തിട്ടായിരിക്കൂലേ? അങ്ങനെയാണെങ്കിൽ ആരുടെയോ പ്രേരണ കൊണ്ടാണ് വേദിച്ചി തീരുമാനം എടുത്തതെന്നാണോ? എക്സാക്ട്ലി. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? എങ്കിലും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ഉറപ്പായും വേണം വരും. വീട്ടിലൊക്കെ ചേച്ചി പറഞ്ഞിട്ടുള്ളത് ശ്രീകാര്യം ശ്രീനിവാസന്റെ കൂടെ വിക്രം ചേട്ടൻ നിൽക്കുന്നതാ പ്രശ്നമെന്നാ. അതിപ്പോ പുതിയ കാര്യമല്ലല്ലോ, എത്രയോ കാലമായി. അതെ, അതാണ് കാര്യമെങ്കിൽ ചേച്ചി മുമ്പേ ഇറങ്ങി വരേണ്ടതല്ലേ. വന്നിട്ടില്ല. മാത്രമല്ല എലക്ഷൻ കഴിഞ്ഞ ആ കൂട്ട് അവസാനിപ്പിക്കാമെന്ന് വിക്രം ചേട്ടൻ പറഞ്ഞതുവാ. എന്നിട്ട് സമ്മതിക്കുന്നില്ലേ? അതേന്ന്, അതാ കാര്യം. അപ്പോ ഈ കാര്യത്തിൽ ഉറപ്പായും മറ്റാരുടെ ഇടപെടലുണ്ട്. സത്യം. അതെ, അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? ഉറപ്പായും എന്തോ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചന തന്നെയായിരിക്കും അത്. എങ്കിലത് നമുക്ക് പൊളിക്കണ്ടേ വരണേ? ഉറപ്പായും. പക്ഷെ കാര്യമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ഇലക്ഷൻ കഴിയേണ്ടി വരും. അച്ഛന്റെ ക്യാമ്പയിന്റെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായിക്കോട്ടെ, പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ നീ എന്നെ സഹായിച്ചാ മതി. ഉറപ്പായും നമ്മൾ ഇതിന് പിന്നിലെ കാരണം കണ്ടെത്തി അത് പരിഹരിച്ചിരിക്കും. അവരൊന്നിക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമല്ലേ? ഓട്ടോ ഓട്ടോ. ഹലോ, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്ന്? ആഹാ, ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. കണ്ടാ ചിരിക്കാതിരിക്കാനും മാത്രം നമ്മൾ തമ്മിൽ ശത്രുതയൊന്നുമില്ലല്ലോ. അതില്ലെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ വാ കയറ്. ഇല്ല, ഇനി ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. അങ്ങനെ ബലം പിടിക്കല്ലെന്നേ. വാ കയറ്. ചക്രപാണി സാറിന്റെ ഓഫീസിലല്ലേ, ഞാൻ കൊണ്ടാക്കാം. ബസ് കൂലി തന്നാ മതിയെന്നേ. അതുകൊണ്ടല്ല. പിന്നെ എന്താ, എന്റെ ലാത്തിയുടെ കേൾക്കണമെന്നുകൊണ്ടാണോ? ഒരു വർഷം മുമ്പേ ഇതേ റോഡില് എന്നെ കൈ കാണിച്ച് നിർത്തിയാണ് വേദ വിക്രമിന്റെ വീട്ടിലേക്ക് പോയത്. ഓർമ്മയുണ്ടോ? വിക്രം ചേട്ടനുള്ള എന്തോ കൊട്ടേഷനും കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ശരിക്കും എനിക്കുള്ള കൊട്ടേഷനാണെന്നേ പിന്നെയാണ് മനസ്സിലായത്. അയ്യോ, ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. വാ വന്ന് കയറ്. എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കണം എന്നുണ്ട്. അതിന് ഈ റോഡ് അത്ര ശരിയല്ല. വാ വന്ന് കയറ്. വേദ, ശ്രീനിവാസനെതിരെ കേസ് വാദിക്കാൻ കഴിവുള്ള വക്കീലിനെതിരെ ഞാൻ കൊട്ടേഷൻ തരാനൊന്നും പോകുന്നില്ല. അതിനുള്ള പാങ്ങൊന്നും എനിക്കില്ലപ്പാ. നമ്മള് വെറും ഓട്ടോക്കാർ. ചിരിച്ചല്ലോ. ഇനി കയർ. വാ കയറ്. ഇറങ്ങിക്കോ. എന്താ ഇവിടെ? ചില കാര്യങ്ങൾ പറയാനേ ഇങ്ങനെയുള്ള സ്ഥലമാണ് നല്ലത്. വേദ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലേ? പോക്ക് കണ്ടപ്പോഴേ തോന്നി ഇതായിരിക്കും വിഷയമെന്ന്. വിക്രം പറഞ്ഞോ അതോ രാധ വിക്രമിനോട് അന്വേഷിച്ചറിഞ്ഞതോ? എന്താ, വേദ പോയ ഉടനെ വിക്രമേട്ടൻ എന്നോട് അടുപ്പം സ്ഥാപിക്കും തോന്നുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചാരി നിന്നാ മാത്രമേ വീഴാതെ സൂക്ഷിക്കാൻ പറ്റും എന്ന് വിചാരമുള്ള ഒരാളല്ല വിക്രം. ചുരുങ്ങിയ കാലം കൊണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും പെൺസഹജമായ രസവും എന്നോടുണ്ടോ? എങ്ങാനും ഞാൻ വിക്രമേനെ സ്വന്തമാക്കിയാലോ എന്ന്. എന്തിന്? അങ്ങനെ ഒരു ജീവിതം വിക്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനതിന് തടസ്സം നിൽക്കണം? വാക്കുകളിലും വലിയ ബോൾഡ്നെസ് കാണിക്കുന്നുണ്ടെങ്കിലും വേദയുടെ ഉള്ളിൽ അതില്ലാന്നേ എനിക്ക് മനസ്സിലായി. ഉള്ളിലെ പതർച്ചയും പിടപ്പും എനിക്ക് മനസ്സിലാവും. ഉള്ളിന്ന് വിക്രമേനെ ഒഴിവാക്കാൻ തീരുമാനമെടുത്ത നാളുകളില് ആരോടെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരുമ്പോ ഒരു ബന്ധവും വിക്രമേട്ടനുമായി ഇനി ഉണ്ടാവില്ലെന്ന് ഞാൻ പറയും. പക്ഷേ ആ സമയത്തെ ഇതേ പതർച്ചയും പിടപ്പും എന്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു. സംഗതി എന്നോട് പറഞ്ഞ നന്ദിനെടുത്തിയ വേദ സ്റ്റാൻഡ് വിട്ടു
അതുകൊണ്ട് എനിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഒഴിഞ്ഞു കിട്ടി എന്നറിയിക്കാനായിരുന്നു വരവ്. ഭീമന്റെ വഴി എന്ന പേരിൽ ഒരു സിനിമയുണ്ട്. അതില് വിൻസി അലോഷ്യസിന്റെ കഥാപാത്രം കുഞ്ചാക്കോ ബോബനോടെ ഒരു ഡയലോഗ് പറയും. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരു കണക്ഷൻ കിട്ടലാണ്. അത് ഒരാൾക്ക് കിട്ടുകയും മറ്റൊരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് ഇത്തിരി പെയിൻഫുൾ ആണ്. ഇത്തിരിയല്ല, ശരിക്കും പെയിൻഫുൾ ആണ്. ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നു പോയതാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്കത് അംഗീകരിക്കാൻ വലിയ പാടായി. അതുകൊണ്ട് തന്നെ ഇയാളോട് ദേഷ്യം കാണിച്ചും വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറിയുമാണ് ഞാനത് മറികടക്കാൻ നോക്കിയത്. അക്കാലത്ത് ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ രണ്ടുപേരെയും ഈ ഓട്ടോയിൽ കയറ്റി ഒരു റൈഡ് പോണമെന്നും കാണിച്ച എല്ലാ മണ്ടത്തരങ്ങൾക്കും രണ്ടുപേരോടുമായി സോറി പറയണമെന്നും ഞാൻ വിചാരിച്ചു. ഇപ്പോഴും അതിനുള്ള സാധ്യത ഞാൻ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. ഒരു ശ്രീനിവാസന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെറ്റി ഈഗോന്റെ മുകളിലോ കട്ട് ചെയ്ത് കളയാനുള്ളതല്ല നിങ്ങൾക്ക് കിട്ടിയ ഈ കണക്ഷൻ. ആദ്യം എന്റെ ഹോട്ടലിൽ കയറി വേദ വന്നതേ വിക്രമേനെ സ്നേഹിക്കാനോ കൂടെ ജീവിക്കാനോ അല്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. വേദയിൽ നിന്നും വിക്രമേനെ രക്ഷിക്കാനായിരുന്നു എന്റെ ശ്രമം. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ തമ്മിൽ അടുക്കുന്നതും പരസ്പരം ഇഷ്ടത്തിലാവുന്നതും മാറി നിന്ന് കണ്ടവളാണ് ഞാൻ. അതില്ലാതാക്കരുത്. വേദയ്ക്ക് ഒരു പക്ഷെ അത് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷെ വിക്രമേന അതാവില്ല. ആ മനുഷ്യൻ തോറ്റുപോകും. പ്ലീസ് ദയവ് ചെയ്ത് അതുണ്ടാവരുത്. വേദമൊന്നും പറഞ്ഞില്ല. എനിക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ല. ഇവിടുന്ന് റോഡിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? സമയം കടന്നു പോകുന്നു. എനിക്ക് 11 മണിക്ക് മുമ്പ് കോടതിയിൽ എത്താനുള്ളതാ. വേദ കയറിക്കോളൂ. നമ്മൾ നിൽക്കുന്നതേ വേദയുടെ ഓഫീസിന് പുറകില. 5 മിനിറ്റ് മതി അവിടെ എത്താൻ. ഒരു കാര്യം കൂടെ, 1 വർഷം മുമ്പ് വേദ വന്നത് വിക്രമേനോട് പ്രതികാരം ചെയ്യാനാണെന്ന് എനിക്കറിയാം. 1 വർഷം സമയമെടുത്ത് ആ മനുഷ്യന്റെ മനസ്സ് കയ്യിലെടുത്ത് പ്രേമിച്ച് അയാൾ ഇമോഷണലി കശക്കി എറിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് വേദയുടെ പ്രതികാരമെങ്കിൽ യു ആർ സോ ക്രൂവൽ. മനസാക്ഷി എന്നുണ്ടെങ്കിൽ നിനക്ക് മാപ്പ് കിട്ടില്ല. അനുഭവിച്ചേ തീരും ഈ ജന്മത്തിൽ തന്നെ. ഇലക്ഷൻ കാലം വീട്ടിലേക്ക് പലരും കയറി വരുന്നത്. പകല് മദ്യപാനം നല്ലതല്ല. ഒരെണ്ണം കഴിച്ചാലൊന്നും ആരറിയാൻ പോകുന്നില്ല. നിനക്ക് വേണോ വിക്രം? ആ, ഇനി അവനെ കൂടി അത് പഠിപ്പിക്കണ്ട. ശരിയാ, ഒരിക്കലും ഇവനെ ഞാൻ തന്നെയാ ഇതൊന്ന് രക്ഷിച്ചത്. ഇനി തുടങ്ങി വെക്കണ്ട അല്ലടോ. നീ ഇപ്പോ അങ്ങോട്ട് കയറി ചെല്ലേണ്ട കാര്യമില്ലായിരുന്നു. അതിന് വിക്രത്തിന് അവളില്ലാതെ ഉറക്കം വരണ്ടേ? അല്ലടാ. വിക്രം കാണിക്കുന്ന ആത്മാർത്ഥത അവക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഉറപ്പിച്ചു പോയോളല്ലേ. സ്വയം സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോ വന്നോളൂ. അങ്ങനെ വിചാരിച്ചാ മതി. അതെ, ശ്രീനീട്ടൻ പറഞ്ഞതുപോലെ വിക്രം അങ്ങോട്ട് കയറി ചെല്ലേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നാളെ ഇറങ്ങി പോലുള്ള ചാൻസ് കിട്ടിയില്ലേ? അല്ല സുധേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇനി ഒരു സംസാരം വരുമ്പോ വിക്രമിന് പറയാലോ, ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോ നീ എന്നെ ഇറക്കി വിട്ടതെന്ന് ചോദിച്ചൂടെ? തൽക്കാലം നീ വേറൊന്നും മനസ്സിൽ കൊണ്ടു നടക്കണ്ട. ഇലക്ഷനിൽ ഫോക്കസ് ചെയ്യേ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എല്ലാം ശരിയാവും. ഇന്ന് രാവിലെ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ വന്നിരുന്നു. അയാള് നമ്മുടെ കേസ് ശരിക്കും പഠിച്ചിട്ടുണ്ട്. ആകെ നമുക്കെതിരെയുള്ളത് നിന്റെ മൊഴിയാന്നും പറഞ്ഞ് പോലീസ് കോടതിയിൽ അന്ന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് മാത്രം. അത് അന്നേ പോലീസ് മനഃപൂർവ്വം എഴുതി ചേർത്താന്ന് നമ്മളത് ബാധിച്ചതാണ്. നീ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം മാർക്കറ്റ് ലഹള കേസ് റീ ഓപ്പൺ ആവാൻ പോകുന്നില്ല. താഴാൻ പറ്റുന്നതിന്റെ പരമാവധി നീ അവളുടെ മുന്നിൽ താഴ്ന്നു കഴിഞ്ഞു. ഇനിയും അവൾക്ക് നിന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ വോട്ട് ചെയ്ത് വെക്കടാ. അതെ, ഇങ്ങോട്ട് വന്ന് കയറിയവള് തിരിച്ചിറങ്ങിപ്പോയി. അങ്ങനെ കരുതാൻ പഠിക്കേ. അത് പറയാൻ എളുപ്പമാണ് സുധേച്ചി. ഇങ്ങോട്ട് വന്ന് കയറി തിരിച്ചു പോകുമ്പോ അവള് കട്ടുകൊണ്ട് പോയത് ഇവന്റെ കരള് കൂടിയല്ലേ? അപ്പോഴോ പിന്നെ അങ്ങനെ കരൾ പറിച്ചു കൊടുക്കാനൊന്നും വിക്രത്തെ കിട്ടില്ല അല്ലേടാ? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ അവൾക്ക് ഇത്ര എളുപ്പത്തിൽ നിന്നെ തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ ഉള്ളിൽ നിനക്ക് അത്രയ്ക്കേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ സുധേ, ഇവൻ കൂടി ഭക്ഷണം എടുക്ക്. വാടാ, നമുക്ക് ഒരുമിച്ചിരിക്കാം. എനിക്ക് വേണ്ട സർ. നീ ഇന്ന് ഇവിടെ നിന്ന് ഉച്ചയൂണും കഴിച്ച് എന്തൊക്കെയാ അടുത്ത പരിപാടികളെന്ന് പ്ലാൻ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. പുളിക്കാ, ഓ അയൽക്കൂട്ട സംഘങ്ങളുടെ യോഗം ഇന്ന് വൈകിട്ടല്ലേ? അതെ, 6 മണിക്ക്. നമ്മളോടൊപ്പം വിക്രം കൂടി ഉണ്ടാവും. അതിനെന്താ, നല്ലതല്ലേ? ഇന്നു മുതൽ വിക്രം സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൂർവാധികം ഉഷാറാകുന്നു. എന്താ? ഒരു ഭാര്യയും ഭർത്താവുമായി നമ്മൾ ഒരു കാലത്തും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അവകാശവാദം വേണ്ട. ഒരുപക്ഷെ ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരുപാട് പേര് ദുഃഖിക്കേണ്ടി വന്നേനെ.